എല്ലാവർക്കും നമസ്തേ. ഇന്നൊരു പുതിയ ടിപ്പാണ് കേട്ടോ ഞാനിന്ന് ഉപയോഗിക്കാൻ പോകുന്നത്. ഞാനിത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു പുതിയ ടിപ്പാണ് കേട്ടോ. അതായത് മുടി ഭയങ്കരമായിട്ട് കൊഴിഞ്ഞു പോകുന്ന സമയങ്ങളിൽ നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ചില പാക്കുണ്ട്. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിച്ചുകൊണ്ടിരിക്കാം. കൂടാതെ ഇത് തേക്കുമ്പോൾ മുടി നല്ല സിൽക്കി ഹെയർ ആവും കേട്ടോ. അപ്പോൾ അത് ഇടയ്ക്ക് ഞാൻ തേക്കാറുണ്ട്. അപ്പോൾ നിങ്ങളെ കൂടി ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. നല്ലോണം മുടി വളരും ചെയ്യും. അതിനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ് കേട്ടോ അതിലുള്ളത് ചേർത്തിരിക്കുന്നത്. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. പിന്നെ ഈ മുടി കൊഴിച്ചിലിന് ഒരുപാട് കാരണങ്ങളുണ്ടാവാം. അപ്പോൾ നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കണം. വെള്ളം ധാരാളം കുടിക്കണം. ചിലർ വെള്ളം കുടിക്കില്ല, ഭക്ഷണം കുറച്ചേ കഴിക്കുള്ളൂ, വേണ്ട കാര്യങ്ങളൊന്നും ചെയ്യില്ല, പക്ഷേ മുടി കൊഴിയണം എന്നെപ്പോഴും പറയാറുണ്ട്. അപ്പോൾ മെയിൻ ധാരാളം വെള്ളം കുടിക്കണം. വെള്ളം ഇതിൽ മസ്റ്റാണ് കേട്ടോ. പറഞ്ഞുതരാം കേട്ടോ എന്തൊക്കെയാണ്. കുട്ടികളാണെങ്കിൽ പോലും അവർ പ്രത്യേകിച്ച് അധികം വെള്ളമൊന്നും കുടിക്കില്ല, മടിയാണ് വെള്ളം കുടിക്കാൻ. ഇപ്പോൾ എൻ്റെ മോനാണെങ്കിലും വെള്ളം കുടി കുറവാണ്. അവൻ്റെ മുടിയും കൊഴിയണമെന്ന് അവനെപ്പോഴും പരാതിയുണ്ട്. പക്ഷേ ധാരാളം നമ്മൾ നിർബന്ധിച്ച് കുടിപ്പിച്ചുകൊണ്ടിരിക്കണം, കാരണങ്ങൾ പറയണം. അപ്പോൾ മുടി വരണമെന്നുണ്ട്, പക്ഷേ നമ്മൾ വേണ്ട എന്തൊക്കെയാണോ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യണം കേട്ടോ. ഇതിൽ കോഴിമുട്ട, സവാള, നല്ലവണ്ണം കഴുകിയ ഉരുളക്കിഴങ്ങ്, പിന്നെ തേൻ, കൂടാതെ നെല്ലിക്കപ്പൊടി, ഇത്രയും കൂട്ടങ്ങളാണ് കേട്ടോ ഈ ഒരു പാക്കിന് വേണ്ടത്. അതിന് വേണ്ട എന്തൊക്കെയാണെന്ന് വെച്ചാൽ, തൊലി കളയാത്ത ഒരു ഉരുളക്കിഴങ്ങ് എടുക്കണം കേട്ടോ. ഇതിൻ്റെ തൊലിയൊന്നും കളയണ്ട, നല്ലോണം കഴുകി വൃത്തിയാക്കിയാൽ മതി. അത് കഴിഞ്ഞിട്ട് പിന്നെ സവാള, തൊലി കളഞ്ഞ് സവാള, പിന്നെ ഒരു കോഴിമുട്ട, പിന്നെ ഇത് നെല്ലിക്കപ്പൊടിയാണ് കേട്ടോ. നെല്ലിക്കപ്പൊടി എന്തിനും ഏത് പാക്കിനും നല്ലതാണ് കേട്ടോ, നന്നാവും. പിന്നെ അതുകൂടാതെ ഇതിൽ നിന്ന് ഒരു സ്പൂൺ തേൻ. ഇതെല്ലാം കൂടിയാണ് കേട്ടോ നമ്മൾ പാക്കിന് വേണ്ടി എടുത്തിരിക്കുന്നത്. ഇനി ഇതെങ്ങനെ തയ്യാറാക്കാം പറഞ്ഞുതരാം. കണ്ടോ, ഇതുപോലെ ഉരുളക്കിഴങ്ങ് ചെറു കഷ്ണങ്ങളാക്കി നുറുക്കിയെടുക്കുക. പിന്നെ സവാള ഇതുപോലെ ചെറു കഷ്ണങ്ങളാക്കി നുറുക്കിയെടുക്കുക. എന്നിട്ട് ഇത് രണ്ടും കൂടി ആദ്യം ജാറിൽ അരച്ചെടുക്കാം. മിക്സിയുടെ ജാറിലിട്ട് അരച്ചിട്ട് ഇതിൻ്റെ പിശറ് മാറ്റി നീര് മാത്രം എടുക്കുക കേട്ടോ. ഇത് അരച്ച് കഴിഞ്ഞിട്ടുള്ള ആ നീര് അത് അരിച്ചെടുക്കുക. ഇത് സവാളയും ഉരുളക്കിഴങ്ങും കൂടി അരച്ചതാട്ടോ. അരയ്ക്കുമ്പോൾ നമുക്ക് ഇതുപോലെ വരും. ഇനി ഇത് അരിച്ച് ഒരു തുണിയിൽ അരിച്ച് പിഴിഞ്ഞെടുക്കാം കേട്ടോ. ഇതിൻ്റെ നീര് കാണിച്ചു തരാം എങ്ങനെയാണ് പിഴിഞ്ഞെടുത്തിട്ട് കാണിക്കാം. നമ്മൾ ഈ ഉരുളക്കിഴങ്ങും സവാളയും കൂടി അരയ്ക്കുമ്പോൾ ഉണ്ടല്ലോ, അല്പം വെള്ളം ചേർക്കാം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് അരിഞ്ഞ് കിട്ടും. അപ്പോൾ ഇതുപോലെ അരിച്ചെടുത്തിട്ട് ഇതുപോലെ കിട്ടും കേട്ടോ. ഇതാണ് കേട്ടോ ഞാൻ ഉപയോഗിക്കുന്നത് ഇരുമ്പ് ചട്ടി കേട്ടോ. ഇരുമ്പ് ചട്ടിയാണ്. ഞാൻ എല്ലാ പാക്കും ഇതിലാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഈ അരിച്ചെടുത്ത ഈ വെള്ളം നമുക്ക് ഈ പാത്രത്തിലേക്ക് ഒഴിക്കാം. ഇതിപ്പോൾ അല്പം വെള്ളം കൂടുതലാണ്. ഞാൻ എൻ്റെ മുടിക്ക് ആവശ്യമായിട്ടുള്ളതാണ് കേട്ടോ ചേർത്തിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് ഒരു മുട്ട പൊട്ടിച്ചിടാം. കണ്ടോ, എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇങ്ങനെ ഇതുപോലെ ഇളക്കി കൊടുക്കാം. ഈ മുട്ട ഈ വെള്ളത്തിൽ നന്നായിട്ട് അലിഞ്ഞ് ചേരണം കേട്ടോ. ഞാൻ 3 സ്പൂൺ പൊടിയാട്ടോ നെല്ലിക്കപ്പൊടി ഇട്ടിരിക്കുന്നത്. ഈ 3 സ്പൂൺ പൊടി ചേർക്കാൻ പോവാം കേട്ടോ.
ഈ നെല്ലിക്കപ്പൊടി ഇതുമായിട്ട് ഇതിന് മുമ്പുള്ള വീഡിയോയിൽ ഞാൻ ഇതിൻ്റെ എല്ലാ ഇമ്പോർട്ടൻസ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നെല്ലിക്കപ്പൊടി എന്തിനാണ് ഉപയോഗിക്കുന്നത്, മുട്ട അതുപോലെ എന്തിനാണ് ഉപയോഗിക്കുന്നത്, അതുകൊണ്ടുള്ള ഗുണം, സവാള, ഒമേഗ 3 ഇതെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാനിനി വീണ്ടും പറയുന്നില്ല. പിന്നെ ഒരു സ്പൂൺ തേൻ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. നെല്ലിക്കപ്പൊടി ചേർത്ത് മിക്സ് ചെയ്തതാണ് കേട്ടോ ഇത്. നെല്ലിക്കപ്പൊടി ഇതുപോലെ എടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് തേക്കാൻ എളുപ്പമാണ്. മുടിയിലും തലോട്ടിലൊക്കെ തേച്ച് പിടിപ്പിക്കണം കേട്ടോ. ഇത് ശനിയാഴ്ച ദിവസം, അത് സ്കൂള് ഓഫീസിലൊന്നും പോവാത്ത ദിവസം, സൺഡേ മുടക്കായിരിക്കുമല്ലോ, അപ്പോൾ സാറ്റർഡേ ഇത് തേച്ചാൽ ഗുണം ചെയ്യും. കാരണം നമ്മൾ വെറും വെള്ളത്തിലാണ് കഴുകിക്കളയുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ മുട്ടയുടെ സ്മെല്ല് അല്ലെങ്കിൽ സവോളയുടെ സ്മെല്ലൊക്കെ ഉണ്ടാവുമെന്ന് ചിലർക്ക് തോന്നാം. ഷാമ്പു ഇട്ട് കഴുകണ്ട കേട്ടോ. അങ്ങനെ വെറുതെ കഴുകിക്കളഞ്ഞാൽ മതി. ഇപ്പോൾ ഒരു ദിവസം രണ്ട് ദിവസം ആകുമ്പോഴത്തേക്കും വാഷ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആ ഫീലിംഗ് ഉണ്ടാവില്ല കേട്ടോ. മുട്ടയുടെ മണം ഉണ്ടാവും എന്നുള്ള ഫീലിംഗ്. പ്രത്യേകിച്ചും ഈ നെല്ലിക്കപ്പൊടി ഉണ്ടല്ലോ, അപ്പോൾ പിന്നെ അതിൻ്റെ സ്മെല്ല് അധികം ഉണ്ടാവില്ല കേട്ടോ. തേച്ച് കാണിച്ചു തരാം കേട്ടോ. തേക്കുന്നതിന് മുമ്പ് മുടി നന്നായിട്ട് വെടുത്തണം കേട്ടോ. ജടയൊന്നും ഉണ്ടാവാൻ പാടില്ല കേട്ടോ. എന്നിട്ട് നമുക്ക് സെൽഫായിട്ട് തന്നെ പരത്താം കേട്ടോ. ഇങ്ങനെ തേച്ച് എല്ലായിടത്തും പരത്താം. തലോട്ടിൽ ആദ്യം പരത്തണം, പിന്നെ ഇങ്ങനെ വകച്ചിലെടുത്തിട്ട് പിന്നെ ഇതുപോലെ പരത്തണം. ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ ഒരു ദിവസം തേക്കുന്നത് നല്ലതാട്ടോ. നിങ്ങൾക്ക് സമയം നോക്കിയിട്ട് തേക്കാം. തേച്ചിട്ട് ഇതൊരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറൊക്കെ, സമയം ഉണ്ടെങ്കിൽ 1 മണിക്കൂറൊക്കെ നമ്മൾ ഇത് പുരട്ടിയിട്ട് വെയിറ്റ് ചെയ്തിട്ട് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി കേട്ടോ. വിരലുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ഒരു മസാജും കൂടി ആവും കേട്ടോ മുടിക്ക്. ഇങ്ങനെ എങ്ങനെ സെൽഫായിട്ട് അപ്ലൈ ചെയ്യാമെന്നാണ് കേട്ടോ. അത് ബാക്കിൽ മുടിയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ വകച്ചിലെടുത്ത് നമുക്ക് തേക്കാം കേട്ടോ. പിന്നെയുള്ള മുടി ഇങ്ങനെ അടിച്ചു. അതുപോലെ ഇപ്പുറത്തും ചെയ്യാം. ഇങ്ങനെ അപ്ലൈ ചെയ്യാം. അപ്പം ബാക്കിലേക്ക് വരും. അതുപോലെ ഇങ്ങനെ
നല്ല സമയമുള്ളപ്പോൾ ഇത് ചെയ്യാം കേട്ടോ. നല്ലോണം ക്ഷമയും വേണം കേട്ടോ ചെയ്യുന്നത്. ഇപ്പം തലോട്ടിലെല്ലാം പറ്റിയിട്ടുണ്ട് കേട്ടോ, തലോട്ടിലെല്ലാം ആയിട്ടുണ്ട്. ഇനി നമ്മൾ മുടിയിൽ പരട്ടണം. കുറച്ചെടുത്തിട്ട് ഇങ്ങനെ അടിയിലെടുത്തിട്ട് എടുക്കാം. എന്നിട്ട് ഇങ്ങനെ തേച്ച് പിടിപ്പിക്കും. ബ്രഷ് ഉപയോഗിച്ചൊന്നും ചെയ്യണ്ട കേട്ടോ. ഇതുപോലെ കൈ വെച്ചിട്ട് ചെയ്യാവുന്നതാണ്. ഇതുപോലെ വേണം മുടിയിൽ, തലമുടിയിൽ പരത്താനായിട്ട്. മുടിയുടെ ഇടയിലൊക്കെ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കും. എന്നിട്ട് ചുറ്റി ചുറ്റി എടുക്കാം. തലമുടിയിൽ തലോട്ട് കൂടാതെ മുടിയിൽ എങ്ങനെ തേക്കാമെന്നുള്ള സംശയമുണ്ട് ചിലവർക്ക്. അപ്പോൾ അതിങ്ങനെ സെൽഫായിട്ട് ഇങ്ങനെ തന്നെ തേക്കാട്ട് ആരുടെ സഹായം ഇല്ലാതെ തന്നെ നമുക്ക് തേച്ച് പിടിപ്പിക്കാം കേട്ടോ. മുടി കൊഴിച്ചിൽ പെട്ടെന്ന് തന്നെ നിൽക്കും. ഇത് എനിക്ക് റിസൾട്ട് ഉണ്ട്. അപ്പം ഞാൻ ഈ കാണിക്കുന്നതൊക്കെ ഞാൻ തേക്കുന്ന പാക്കാണ് കേട്ടോ. മിക്കവാറും ദിവസം ഏതെങ്കിലുമൊക്കെ പാക്ക് തേക്കും കേട്ടോ. നമ്മൾ എവിടെയെങ്കിലുമൊക്കെ 2-3 ദിവസം യാത്രയൊക്കെ പോകുമ്പോൾ നമുക്ക് ഇതുപോലെ കറക്റ്റ് ടൈമിൽ മുടി വെട്ടാനൊന്നും പറ്റില്ല. ചിലപ്പോൾ രാവിലെ അമ്പലങ്ങളിലൊക്കെ ആണെങ്കിൽ കുളിച്ച് രാവിലെ തന്നെ പോകേണ്ടി വരും. രാവിലെ പോയി ഓരോന്ന് കഴിഞ്ഞ് റൂമിലേക്കൊക്കെ വരുമ്പോൾ ചിലപ്പോൾ രാത്രിയാകും. അപ്പോൾ നമുക്ക് മുടിയൊന്നും എടുക്കാൻ പറ്റില്ല. ഇതുപോലെ ഞാനിങ്ങനെ ഒരു യാത്രയ്ക്ക് പോയിട്ട് 5 ദിവസം വേണ്ടി വന്നു യാത്ര കഴിഞ്ഞ് വരാൻ. അതുവരെ മുടി ഒന്നും ചെയ്യാൻ പറ്റിയിരുന്നില്ല. മുടി ഒരു ദിവസം പോലും എടുത്താതിരുന്നാൽ പിറ്റേ ദിവസം നമുക്ക് ധാരാളം മുടി കൊഴിഞ്ഞു പോകും. തിരിച്ചു വന്നു കഴിഞ്ഞ് ഞാൻ 3 മണിക്കൂർ എടുത്തു മുടി ക്ലീൻ ചെയ്ത് ജടയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാൻ. അപ്പോൾ അത്രയ്ക്കും ക്ഷമിച്ച് വേണം ചെയ്യാൻ. ഒരു മുടി പോലും പൊട്ടാതെ ശ്രദ്ധിക്കാം കേട്ടോ. പതുക്കെ പതുക്കെ വിടുത്തിയെടുക്കാം. കുറച്ച് എണ്ണ അല്പം പുരട്ടി നമുക്ക് വേറെടുത്ത് എടുക്കാം. ചീപ്പ് കൊണ്ട് മുടി അധികം വിടുത്തരുത്. ചിലവരിങ്ങനെ മുടിയുടെ തുമ്പ് ഇങ്ങനെ ചീപ്പ് എടുത്തിട്ട് ഇങ്ങനെ കളയും. പക്ഷെ അതോടുകൂടി മുടിയും പൊട്ടിപ്പോകും. അപ്പോൾ പതുക്കെ ചീപ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ പതുക്കെ ഉപയോഗിക്കാവൂ കേട്ടോ. ഒരിക്കലും മുടി ഈരി പൊട്ടിക്കാതെ നോക്കണം കേട്ടോ. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ഈ പാക്ക് തേച്ച് പിടിപ്പിക്കേണ്ടത്. ഇത് തേച്ച് പിടിപ്പിച്ച് ഒരു 1/2 മണിക്കൂറോ 1 മണിക്കൂറോ ഓരോരുത്തരുടെയും
നോക്കിയിട്ട് വേണം കേട്ടോ. ചിലവർക്ക് നീർക്കെട്ടുണ്ടാവും. നീർക്കെട്ട് ചിലർക്ക് എനിക്ക് നീർക്കെട്ടില്ല. അപ്പോൾ ചിലർ പറയും എനിക്ക് നീർക്കെട്ടുണ്ട് അതുകൊണ്ട് പറ്റുന്നില്ല എന്ന് പറയും. അപ്പോൾ അങ്ങനെയുള്ളവർ രാസനാദിപ്പൊടി അല്പം നെറുകയിൽ അപ്ലൈ ചെയ്തിട്ട് ഈ പാക്ക് ഉപയോഗിച്ചോളൂ കേട്ടോ. നല്ല റിസൾട്ടാണ് കേട്ടോ. 2 ആഴ്ച കൂടുമ്പോൾ ഒരിക്കലെങ്കിലും ഉപയോഗിക്കാം. ആഴ്ചയിൽ ഒരു തവണ ഉപയോഗിക്കാൻ പറ്റിയാൽ അത്രയും നല്ലതാണ് കേട്ടോ. അപ്പോൾ നല്ല ഇത് കഴിഞ്ഞ് ഉണങ്ങി കഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും നല്ല റിസൾട്ടാണ് കേട്ടോ. കാരണം നല്ല സിൽക്കി ഹെയർ ആയിരിക്കും, മുടി കൊഴിച്ചിൽ നിൽക്കും, മുടി വളരും. ഇതെല്ലാം ഞാൻ ഈ കാണിക്കുന്ന മുഴുവനും ഞാൻ ചെയ്യുന്ന ഓരോ പാക്കാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ചില പാക്കൊക്കെ എനിക്ക് കാണിക്കാൻ പറ്റാതെ വരും, കാരണം സമയം ഉണ്ടാവില്ല. അപ്പോൾ പെട്ടെന്നായിരിക്കും, ഞാൻ മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടായിരിക്കില്ല പാക്ക് തേക്കുന്നത്. എനിക്കിപ്പോൾ ഇന്നിപ്പോൾ ഇങ്ങനത്തെ പാക്ക് തേക്കാം എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് റെഡിയാക്കി തേച്ച് വയ്ക്കുന്നതാണ്. അപ്പോൾ അതാണ് വീഡിയോ ഇടാൻ പറ്റാത്തത് കേട്ടോ. അപ്പോൾ ഇതെനിക്ക് ഇടണം എന്ന് തോന്നി, കാരണം ഇതൊരു നിങ്ങളെ സംബന്ധിച്ചൊരു ഞാൻ പറയാൻ പോകുന്ന ഒരു പുതിയ ടിപ്സ് ആയതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ അപ്ലൈ ചെയ്യുക, വെള്ളം കുടിക്കുക, വേണ്ട ഭക്ഷണങ്ങൾ ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. ചില സിറപ്പ്, ആ സിറപ്പൊക്കെ ഉപയോഗിക്കാം. ആംല സിറപ്പ്, അത് നെല്ലിക്ക, അത് നല്ലതാട്ടോ. മുടി കൊഴിച്ചിലില്ലാതിരിക്കാനും എല്ലാത്തിനും കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ചെയ്യുന്നത് മുടി കൊഴിച്ചിൽ കുറയുകയും ചെയ്യും, മുടി വളരുകയും ചെയ്യും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ഉപയോഗിച്ച് നോക്കാം കേട്ടോ. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അത് പറയാം കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായിട്ട് ഉടനെ കാണാം. നമസ്തേ.